ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മമ്മിയെ കണ്ടപ്പോഴേക്കും അതൊക്കെ മറന്നുപോയോ? താൻ വന്നേ, കേറിക്ക്. അല്ല നവീൻ, താൻ പാടോ. അയ്യോ നവീൻ, മമ്മി പാടോ. നവീൻ, നടക്ക. നവീൻ, 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 ഞാൻ മോളെ ഡ്രോപ്പ് ചെയ്യാം. ഇനി എന്തിനാ അതിന്റെ ആവശ്യം? ഞാനില്ലേ. മോള് ചെല്ല്. ഇവിടുത്തെ കാര്യങ്ങൾ ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാൻ നിൽക്കണ്ട. പൂജകളൊക്കെ നന്നായി ചെയ്യണം. ഇത് ഗാഥയെ രക്ഷിക്കാനുള്ള പൂജകളല്ല, മോളെ രക്ഷിക്കാനുള്ള പൂജയാ. ഗോപാലമ്മ, നിങ്ങള് മോള് പൊക്കോ. എല്ലാ സങ്കടത്തിനും ഒരു പ്രതിവിധി ഉണ്ടാവും. ശരി. സുനന്ദേ, നവീനോട് സത്യസന്ധമായി കൃഷ്ണയ്ക്കൊരു ഇഷ്ടമുണ്ടോ? എനിക്കത് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞല്ല. അങ്ങനെ ഒരു ഇഷ്ടം കൃഷ്ണമോളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് കൂട്ടണം. നവീനെ വിട്ടുപിരിയാൻ കൃഷ്ണയ്ക്ക് ഒരു കാരണവശാലും തോന്നരുത്. എന്തൊക്കെയാ ഗോപാലേട്ടി നടക്കുന്നേ? ആർക്കും ഉത്തരവില്ലാത്ത കുറെ ചോദ്യങ്ങള്. എങ്ങനെ കൂട്ടിക്കിഴിച്ച് നോക്കിയാലും ഒരു ഉത്തരത്തിലെത്താൻ പറ്റുന്നുമില്ല. കളരിക്കലുള്ളത് നാഗദോഷമാണ്. കുഞ്ഞുനാള് മുതല് 100 പാലും കൊടുത്ത് നാഗത്താമാരെ സന്തോഷിപ്പിച്ച പെൺകുട്ടിയാ അവള്. അവൾക്ക് അവിടേക്കൊരു വഴി വെട്ടിയിട്ടുണ്ടെങ്കിൽ അതാ നാഗദേവതകൾ തീരുമാനിച്ചുറപ്പിച്ച കാര്യ. നവീന്റെ പെണ്ണ്, കളരിക്കലെ മരുമകള്, അതിനൊരൊറ്റ പേരേ ഉള്ളൂ. അത് കൃഷ്ണയെന്ന് മാത്ര. എന്താടോ? ഇപ്പൊ പോയത് സിത്താര മാഡത്തിന്റെ കാറാ. അതിൽ ഗാഥ മാഡമുണ്ട്. പൂജയുടെ സമയത്തും ഗാഥ ഇപ്പൊ എങ്ങോട്ടൊക്കെ പോകുന്നു? എടോ മാണിക്കുഞ്ഞ്, താൻ വണ്ടി ഇരിച്ചേ, എന്നിട്ട് അതിന്റെ പിന്നാലെ പോ. ശരി സാർ. ഇവരെന്തൊക്കെയാ കാണിക്കുന്നത്? സിത്താര മാഡത്തിന് ഉത്തരവാദിത്വമൊക്കെ വേണ്ടേ? എടോ, താൻ വണ്ടി വേഗം വിട്. ശരി. ചേട്ടാ, കുറച്ച് വേഗം പോവോ? ആ ശരി. കത്തിച്ചു വിടുവാണല്ലോ സാറേ. ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല. നവീനാണല്ലോ വിളിക്കുന്നത്. ഹലോ നവീൻ. മേഡം, നിങ്ങളിത് എങ്ങോട്ടേക്കാ പോകുന്നത്? ഞാൻ നിങ്ങളുടെ വണ്ടിയുടെ പുറകെ ഉണ്ട്. ഗാഥയ്ക്ക് പൂജയുടെ സമയമായി. അമ്മ അവിടെ ടെൻഷനായിട്ട് നിൽക്കുക. മേഡം വണ്ടി ഒന്ന് നിർത്തിക്കേ, ഞാൻ ഗാഥയെ കൂട്ടിക്കോളാം.
പ്ലീസ് വണ്ടി സ്റ്റോപ്പ് ചെയ്യേ. ഫോൺ കട്ട് ചെയ്തല്ലോ. നവീൻ നമ്മളെ കണ്ടു. അപ്പോ കൃഷ്ണ എവിടെ മാം? അറിയില്ല. മണിക്കുഞ്ഞ് താൻ ക്രോസ് ചെയ്ത് നിർത്തി. മേഡം നല്ല ആളാ. വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് നിർത്താത്തെന്താ? അത് നവീൻ എന്താ കഥ? താൻ അല്പം റെസ്പോൺസിബിലിറ്റി കാണിക്കുന്നല്ലേ ഞാൻ വിചാരിച്ചേ. മമ്മിയെ കണ്ടപ്പോഴേക്കും അതൊക്കെ മറന്നുപോയോ? താൻ വന്നേ, കേൾക്കേ. അല്ല നവീൻ. താൻ പാടോ. അയ്യോ നവീൻ. മമ്മി. പാടോ. നവീൻ. നടക്കും. നവീൻ. നവീൻ. ആ. നവീൻ, ഞാൻ മോളെ ഡ്രോപ്പ് ചെയ്യാം. ഇനി എന്തിനാ അതിന്റെ ആവശ്യം? ഞാനില്ലേ. ഗാഥ നടക്ക്. അല്ല നവീൻ, മോളുടെ കുറെ സാധനങ്ങൾ വീട്ടിലിരിക്കുകയാണേ, അതെല്ലാം കൂടെ എടുത്തിട്ട് ഞാൻ കൊണ്ടുവരാം. അതൊക്കെ ഞാൻ വന്ന് കളക്ട് ചെയ്തോളാം, അല്ലേ ഗാഥ? വാ. നവീൻ, ഞാനൊന്ന് പറയട്ടെ. താൻ കേറും. മണിക്കുഞ്ഞ് വണ്ടി വിട്. അമ്മ അല്ലെങ്കിൽ വീണ്ടും വിളിക്കാൻ തുടങ്ങും. സിനി, എന്ത് സംഭവിക്കുന്ന അറിയില്ല. തൽക്കാലം നീ കൂടി അവരുടെ കൂടെ ചെല്ല. ശരി മാം. ഞാനും വരുന്നുണ്ട്. ഇതെന്ത് പറ്റി? കൃഷ്ണ അവിടെ ഇല്ലേ? കൃഷ്ണയും ഗാഥയും ഒരുമിച്ച് കളരിക്കലെത്തുമെന്ന് പറഞ്ഞ എന്തപ്പ ചെയ്യാം? വിളിച്ചിട്ട് കിട്ടുന്നുമില്ലല്ലോ അവളെ.